ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ബഹുമാനപ്പെട്ട അച്ഛന്മാർക്കും അനുഗ്രഹീതരായ കർത്തൃദാസന്മാർക്കും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജയകരമായ നാമത്തിൽ എൻ്റെ വിനീതമായി വന്ദനം. ഉൽപ്പത്തി പുസ്തകം 14 അധ്യായത്തിന് 10 വാക്യം വായിക്കാം. സിദ്ദീം താഴ്വരയിൽ കീൽക്കുഴികൾ വളരെ ഉണ്ടായിരുന്നു. സോദോം രാജാവും ഗോമോറ രാജാവും ഓടിപ്പോയി അവിടെ വീണു. ശേഷിച്ചവർ പർവ്വതത്തിലേക്ക് ഓടിപ്പോയി. സിദ്ദീം താഴ്വര ആദ്യം നാം കണ്ടത് ശിംശോൻ അപകടത്തിൽ പോയ, ദൈവത്തിൻ്റെ വീരനും വ്രതസ്ഥനുമായിരുന്ന ശിംശോൻ അപകടത്തിൽ പോയ സോരക്ക് താഴ്വരയെക്കുറിച്ചാണ് പഠിച്ചത്. സോരക്ക് താഴ്വര ശിംശോൻ്റെ സെക്സിൻ്റെ ബലഹീനതയുടെ താഴ്വരയാണത്. സെക്സിൻ്റെ ബലഹീനത, ലൈംഗികാസക്തിയുടെ ബലഹീനത, ലൈംഗിക ചോദനയുടെ ബലഹീനത. ശിംശോൻ തകർന്നുപോയി. ആ താഴ്വരയിൽ ശിംശോൻ വീണുപോയി, തകർന്നുപോയി. കണ്ണ് രണ്ടും കുത്തിപ്പൊട്ടിച്ചവനായി അവൻ ദാഗോൻ്റെ ക്ഷേത്രത്തിൽ മാവ് കുടിക്കുന്നതിനായി നിന്നു. അവൻ തകർന്നുപോയി, ബലമെല്ലാം ക്ഷയിച്ചുപോയി. സിദ്ദീം താഴ്വര അത് സെൽഫിൻ്റെ താഴ്വരയാണ്. സെൽഫ്, സ്വയത്തിൻ്റെ താഴ്വരയാണ്. ആഘോർ താഴ്വരയെക്കുറിച്ച് ഞാൻ പഠിച്ചു. ആഘോർ താഴ്വര സിൽവറിൻ്റെ താഴ്വരയാണ്. സിൽവർ, സ്വത്ത്, പണം. ആഖാൻ സമ്പത്ത് അപഹരിച്ചെടുത്തു. എടുക്കരുതെന്ന് പറഞ്ഞിരുന്നത് ആഖാൻ എടുത്തു. കൊള്ള മുതലായിട്ട് എടുത്തു, ഒളിച്ചു വെച്ചു. ആഘോർ താഴ്വരയിൽ അവനെ എറിഞ്ഞു വീഴ്ത്തി, കല്ലെറിഞ്ഞു വീഴ്ത്തി. സോരക് താഴ്വരയിലും ആഘോർ താഴ്വരയിലും നാം കാണുന്നത് 2 വീരന്മാരുടെ പതനമാണ്, അധപതനമാണ്. എന്നാൽ മൂന്നാമത്തേത് സെൽഫിൻ്റെ താഴ്വര, അത് സിദ്ദീം താഴ്വരയാണ്. ഒന്നുകൂടി വായിക്കൂ. സിദ്ദീം താഴ്വരയിൽ കീൽക്കുഴികൾ വളരെ ഉണ്ടായിരുന്നു. കീൽക്കുഴികൾ വളരെ ഉണ്ടായിരുന്നു. ടാറ് നിറച്ചിരിക്കുന്നത് പോലത്തെ, വീണാൽ മുഴുവൻ ടാറാണ്. ടാറ് നിറച്ചിരിക്കുന്ന കുഴി. സിദ്ദീം താഴ്വരയിൽ ടാറ് നിറഞ്ഞിരിക്കുന്നു. അവിടെ വീണാൽ പിന്നെ എഴുന്നേറ്റ് പോരുകയില്ല. അത് സിദ്ദീം താഴ്വരയിൽ കീൽക്കുഴികൾ ധാരാളം ഉണ്ടായിരുന്നു. സോദോം രാജാവും ഗോമോര രാജാവും ഓടിപ്പോയി അവിടെ വീണു. സോദോം രാജാവും ഗോമോര രാജാവും യുദ്ധത്തിന് പോയവരാണ്. 4 രാജാക്കന്മാർ 5 രാജാക്കന്മാരോട് യുദ്ധം ചെയ്തു. അതെല്ലാം അധ്യായം വായിക്കുമ്പോൾ കാണാം. അതിനെക്കുറിച്ച് ഞാനിപ്പോൾ ഞാൻ വിവരിക്കുന്നില്ല. എന്നാൽ സോദോം രാജാവും ഗോമോര രാജാവും ആ കീഴ്ക്കുഴികളിൽ ചെന്ന് വീണു. ഇന്ന് അനേകം ആളുകൾ വീണെടുക്കുന്ന കുഴിയാണ്, കീഴ്ക്കുഴിയാണ് സിദ്ദീം താഴ്വര. സെൽഫിൻ്റെ കുഴി, ഞാൻ എന്ന ഭാവം, എനിക്ക്, എന്നോട്, എൻ്റെ എന്നുള്ളതായ ചിന്താഗതി. എനിക്ക് മാനം, എനിക്ക് വില, എനിക്ക് സ്ഥാനം, എനിക്ക് എൻ്റെ കാര്യം, എൻ്റെ മക്കളുടെ കാര്യം, എൻ്റെ ഭാര്യയുടെ കാര്യം, എൻ്റെ ഭർത്താവിൻ്റെ കാര്യം, എൻ്റെ കുടുംബം, അതിൽ കവിഞ്ഞുള്ള യാതൊന്നും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ മനുഷ്യ മനസ്സിൽ നിന്ന് മരവിച്ചിരിക്കുകയാണ്. പലരുടെയും അങ്ങനെയാണ്. നമ്മൾ കാര്യം ചിന്തിക്കേണ്ടെന്നല്ല പറഞ്ഞത്. പക്ഷേ ഈ സ്വയത്തിൻ്റെ പ്രാമാണികത്വം ഉള്ളതുകൊണ്ട്, സ്വയത്തിൻ്റെ പ്രോമിനൻസ് ഉള്ളതുകൊണ്ട് സംഭവിക്കുന്നതാണെന്നറിയാമോ? അത് കീഴ്ക്കുഴിയിൽ ചെന്ന് വീഴുന്നതായിരിക്കും നമ്മുടെ അനുഭവം. എണീറ്റ് പോരാൻ പറ്റുകയില്ല. ആ കീഴ്ക്കുഴിയിൽ വീണ് അത് കഴുകിക്കളഞ്ഞാൽ പോകുമോ? എടുത്ത് പുറത്ത് കൊണ്ടുവന്നാലും അതിങ്ങോട്ട് ആറിങ്ങനെ ദേഹത്തിങ്ങനെ പറ്റി പിടിച്ചിരിക്കും. വെള്ളം കൊണ്ട് കഴുകിയാൽ പോവില്ല. ഏതെങ്കിലും തരത്തിലുള്ളതായ തിന്നറോ വല്ല മണ്ണെണ്ണയോ പെട്രോളോ അല്ലെങ്കിൽ ഡീസലോ എന്തെങ്കിലുമൊക്കെ ഒഴിച്ചൊഴിച്ച് പലവട്ടം ഒഴിച്ച് കഴുകിക്കളയാമായിരിക്കും. പക്ഷേ കീഴ്ക്കുഴികളിൽ വീഴേണ്ടവരരുത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിശ്വസിക്കൂ, കൂട്ടായ്മകൾ തകരുന്നത് കീഴ്ക്കുഴികളുള്ളതുകൊണ്ടാണ്. സഭകൾ തകരുന്നത് കീഴ്ക്കുഴികളുള്ളതുകൊണ്ടാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരമാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരം. ഞാനോ നീയോ, എനിക്ക് നേതാവാകണം, എനിക്ക് രാജാവാകണം, എനിക്ക് അധികാരം കിട്ടണം എൻ്റെ കയ്യിൽ. വീടുകളിൽ കീഴ്ക്കുഴിയുണ്ട്. അതുകൊണ്ടാണ് ഭാര്യ ഭർത്താവിന് വിനയപ്പെടാതിരിക്കുന്നത്. അവൾ പറഞ്ഞത് നടന്നേ പറ്റൂ. അവൾ എന്താഗ്രഹിക്കുന്നോ അത് നടന്നേ പറ്റൂ. ഭർത്താവ് വിനയപ്പെട്ടേ പറ്റൂ. ഇല്ലെങ്കിൽ പാവം ആ മനുഷ്യൻ വാസ്തവത്തിൽ അപകടത്തിലായി പോകും. ചിലയിടത്ത് ഭർത്താവ് പറഞ്ഞാലേ അത് നടന്നേ പറ്റൂ, നിർബന്ധം. ചില സ്വയം, ഈഗോ, അഹം, ഞാൻ എന്ന ഭാവം, ഇത് നമ്മിൽ പലരുടെയും ജീവിതത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് മനസ്സിലാവുകയില്ലേ ഈ പറഞ്ഞത്? നമ്മുടെ ജീവിതം എങ്ങനെയാണ്? ഈ സ്വയത്തിൻ്റെ പ്രാമാണികത്വം നമ്മിൽ എത്രത്തോളം ഉണ്ട് നാം ചിന്തിച്ച് കണ്ടുപിടിക്കണത്.
കർത്താവെ ഇനി ഞാൻ സ്വയത്തിന് അടിമയാകുകയില്ല, ഈഗോ ഉണ്ടാവുകയില്ല. കർത്താവെ ഞാൻ ഇനി ഒരു കാരണവശാലും എനിക്ക് യാതൊരു കാരണവശാലും എനിക്ക് ഉന്നതനാകണമെന്ന് വേണ്ട, എന്നെ ആരും അറിയണമെന്ന് വേണ്ട, എന്നെ ആരും കാണണമെന്ന് വേണ്ട എന്നൊക്കെ ഞാൻ പറയും. പക്ഷേ അകത്ത് ഒളിച്ചിരിക്കുന്ന ഒരു ദുർഭൂതമുണ്ട്. സ്വയം ഒരു ഭീകരനുണ്ടകത്ത്. നിങ്ങൾ ചിന്തിച്ച് നോക്കൂ. നിങ്ങളുടെ പലരുടെയും ഉള്ളിൽ കാര്യം നിങ്ങൾ തീരുമാനമെടുത്തവരാണ്, അത് വരരുതെന്ന് നിർബന്ധമുണ്ട്, സ്വയം വേണ്ട എന്ന് നിർബന്ധമുണ്ട്. പക്ഷേ എൻ്റെ വാക്കുകൾ, എൻ്റെ പ്രസംഗം, എൻ്റെ ചിന്തകൾ, എൻ്റെ പെരുമാറ്റം, എൻ്റെ സ്വഭാവം, എൻ്റെ ഭവനം, ഇങ്ങനെ നമ്മുടേതിൽ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരു ആത്മീയം മാത്രമേ ഇപ്പോഴുള്ളൂ. അതിനപ്പുറത്ത് കർത്താവേ ജനലക്ഷങ്ങൾ എരിവരിക്കൊള്ളുന്നല്ലോ. എൻ്റെ കർത്താവേ ജനകോടികൾ ക്രിസ്തുവിനെ അറിയാതെ പോകുന്നല്ലോ. ഒരു കാലത്ത് സുവിശേഷത്തിൻ്റെ വിപ്ലവം കൊണ്ട് ഇളകിമറിഞ്ഞ യൂറോപ്പ് ഇന്ന് നിർജ്ജീവമായി കിടക്കുന്നല്ലോ. ഒരു കാലത്ത് സുവിശേഷകന്മാർ ഉണർന്നെഴുന്നേറ്റ് പ്രസംഗിച്ച ഇംഗ്ലണ്ട് ഇന്ന് മരവിച്ച് കിടക്കുന്നല്ലോ, സുവിശേഷമില്ലല്ലോ. ഡേവിഡ് കൃഷ്ണനും മറ്റും പ്രവർത്തിച്ചതായ ദക്ഷിണാഫ്രിക്കയിൽ ഇന്ന് ആത്മീയ എന്ന് പറഞ്ഞാൽ എത്ര പേരുണ്ട്. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, ഞങ്ങളുടെ സഭയുടെ പിതാക്കന്മാർ എത്രയോ വലിയ വിശ്വാസവും വിശുദ്ധിയും ആർജിച്ചവരായിരുന്നു. പക്ഷേ ഇന്ന് അതെല്ലാം ഗീതങ്ങളും പ്രാർത്ഥനകളും ഉണ്ട്, പക്ഷേ വിശ്വാസവും ആത്മീയ സൗഭാഗ്യവും നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ഇതൊന്നും തിരിച്ചറിയുന്നുണ്ടോ? വാസ്തവത്തിൽ ഞാൻ ദൈവസന്നിധിയിൽ ഞാൻ തുറന്നു പറയുകയാണ്, നിങ്ങളോട് ഞാൻ ഉള്ളം പകരുകയാണ്. നമ്മുടെ ഇന്നത്തെ ഈ പോക്കിൽ സഭകൾ എങ്ങോട്ട് പോകുന്നു? സഭകൾ എങ്ങോട്ട് പോകുന്നു? ഞാൻ ഒരു സഭയും കുറ്റം പറയില്ല, ഒരു സഭയെക്കുറിച്ചും പറയാനില്ല. എല്ലാ സഭകളും ലോകത്തിലേക്ക് ഇറങ്ങിപ്പോയിരിക്കുന്നു, സ്വയത്തിൻ്റെ അടിമകളായിരിക്കുന്നു. സഭകളുടെ ഉള്ളിൽ തന്നെ കുത്തിത്തിരിപ്പുണ്ടായിരിക്കുന്നു. ഉള്ളിൽ തന്നെ ഓരോ സഭയുടെ ഉള്ളിൽ തന്നെ കുത്തിത്തിരിപ്പ്. ദൈവത്തിന് സ്തോത്രം. മലങ്കര സഭയിൽ ആദ്യമായിട്ട് ഒരൈക്യം വന്ന പള്ളിയാണ് ഞങ്ങളുടെ വലമ്പൂർ സെൻറ്റ് മേരീസ് പള്ളി. മലങ്കര സഭയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണത്. ഇവിടെ ഞങ്ങളുടെ പള്ളിയിൽ അവിടെ യാക്കോബായക്കാരുമുണ്ട്, ഓർത്തഡോക്സുകാരുമുണ്ട്. ദൈവം കൃപ ചെയ്ത് രണ്ട് ഭാഗത്തുള്ള ഒരു കൂട്ടായ്മയിൽ വരുന്നവരായതുകൊണ്ട് ഒരു ഭാഗ്യം കിട്ടി. അവിടെ വഴക്കടിക്കണ്ട, നമുക്ക് പിണങ്ങണ്ട, നമുക്ക് ഒരുമിച്ച് പോകാം എന്ന് തീരുമാനിച്ചു. അത് വ്യവസ്ഥ ചെയ്ത് രേഖയുണ്ടാക്കി ഭാഗം വെച്ച് പിരിയുന്നത് പോലെ ഇപ്പോൾ രണ്ട് പള്ളിയായിട്ട് വളരെ ഐക്യത്തിൽ, വളരെ സ്നേഹത്തിൽ, വളരെ സൗഹൃദത്തിൽ കഴിയുന്നു. അപ്പോഴാണ് പിശാചും ഭയങ്കരനല്ലേ, അപ്പോഴാണ് ഓർത്തഡോക്സ് സഭയുടെ ഞാൻ ചേർന്ന് നിൽക്കുന്ന ഇടവകയിൽ അവിടെയുണ്ട് കുത്തിത്തിരിപ്പ്. കൂട്ടായ്മയ്ക്ക് എതിരായിട്ട് പ്രവർത്തിക്കുന്ന ചിലർ, അവർ ശാപകരമായിട്ടാണ് പ്രവർത്തിക്കുന്നതെന്ന് അവർ അറിയുന്നില്ല, അതുകൊണ്ടായിരിക്കാം. കൂട്ടായ്മയ്ക്ക് എതിരായിട്ട് പ്രവർത്തിക്കുന്നു. ഇങ്ങനെ എവിടെയാണെങ്കിലും സ്വൈരക്കേടുണ്ടാക്കുക എന്നുള്ളതാണ് പിശാചിൻ്റെ തന്ത്രം. അതിന് കാരണം എന്താണ്? ഈഗോ, സ്വയമാണ്. കീഴ്ക്കുഴിയാണ്, കീഴ്ക്കുഴി. പലരും കീഴ്ക്കുഴിയിൽ വീണ് കിടക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, നിങ്ങൾ കേൾക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ എത്രത്തോളം ഈ കീഴ്ക്കുഴികൾക്ക് സ്വാധീനമുണ്ട്. ഈഗോയ്ക്ക് സ്വാധീനമുണ്ട്. അഹം, ഞാൻ എന്നതിന് സ്വാധീനമുണ്ട്. ഓൾവേസ് ഇൻ ദ മിഡിൽ ഓഫ് സിൻ. പാപത്തിന് നടുക്ക് ഒരു ഉണ്ട്, SIN, സിൻ. ഓൾവേസ് ഇൻ ദ മിഡിൽ ഓഫ് സിൻ. പാപത്തിൻ്റെ നടുക്ക് ഉണ്ട്, ഞാനുണ്ട്. ഞാൻ പാപത്തിന് നടുക്കാണ്. സ്വയത്തെ പരിത്യജിക്കാൻ നമുക്ക് സാധിക്കുമ്പോഴാണ്, സ്വയത്തെ തള്ളിക്കളയാൻ സാധിക്കുമ്പോഴാണ് നാം ആത്മീയരാകുന്നത്. ദൈവത്തിന് സ്തോത്രം. ചിന്തിക്കൂ, എൻ്റെ പ്രസംഗം നന്നാവണം, എൻ്റെ സാക്ഷ്യം നന്നാകണം, എൻ്റെ പാട്ട് നന്നാകണം എന്നിങ്ങനെയുള്ളതായ ആഗ്രഹങ്ങൾ പോലും പാപമാണ്. നാം പാവം എന്ന് പറയുന്നത് അത് മദ്യപാനം, വ്യഭിചാരം, കവർച്ച, കൊലപാതകം അല്ലേ? അല്ല, വലിയ പാവമാണ്. എൻ്റേത്, എനിക്ക് എന്നുള്ളതായി ചിന്താഗതി. അത് മാറ്റി നിങ്ങൾ പൂർണ്ണ ആത്മീയരായാലുണ്ടല്ലോ, നിങ്ങൾ ഈ ലോകത്ത് നിങ്ങൾ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കും, നക്ഷത്രം പോലെ നിങ്ങൾ തിളങ്ങും. നിങ്ങളുടെ ജീവിതം ഏറ്റവും ശ്രേഷ്ഠവും ശോഭനവുമായിരിക്കും. നിങ്ങളൊന്നും അലട്ടുകയില്ല. ഭാരങ്ങളുണ്ട്, ഇല്ലെന്നല്ല, ഭാരങ്ങളൊക്കെ ഉണ്ട്. ഏതെല്ലാം ഭാരമുണ്ടായാലെന്ത്, ഈ ഭാരങ്ങളുടെ എല്ലാം ഇടയ്ക്ക് യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ നിങ്ങളുടെ നാവിൽ ചില വേദവാക്യങ്ങൾ വന്നുകൊണ്ടിരിക്കും. ചിലപ്പോൾ നിങ്ങളുടെ നാവ് ഗീതങ്ങൾ ആലപിച്ചുകൊണ്ടിരിക്കും. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ഉറങ്ങുന്നവരെയും ഒരുപക്ഷേ നിങ്ങൾ ഇങ്ങനെ വേദവാക്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം നിങ്ങളുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ വചനമാണ് നിൽക്കുന്നത്. വചനം ആണോ പ്രിയപ്പെട്ടവരെ?
നിങ്ങൾ പരീക്ഷിച്ച് നോക്കൂ, നിങ്ങളുടെ ജീവിതത്തിൽ നോക്കൂ. ഇന്നും വാസ്തവത്തിൽ ആ സ്വയത്തിൻ്റെ സ്വാധീനത്തിൽ നിന്ന് വിമുക്തി നേടിയവർ എത്ര പേരുണ്ട്? മോചനം കിട്ടിയവർ എത്ര പേരുണ്ട്? സ്വയത്തിൻ്റെ സ്വാധീനം. ഞാൻ ഓർക്കുന്നു, ഞാൻ 36-ാമത്തെ വയസ്സിൽ തീരുമാനമെടുത്തു. കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഞാനും എനിക്കുള്ളതെല്ലാം നിൻ്റേത്, ഒന്നുമില്ല, ഇനി എനിക്ക് ഒന്നും വേണ്ട, ഞാനും എനിക്കുള്ളതെല്ലാം നിൻ്റേത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഓരോ ടെസ്റ്റ് കേസ് വരുമ്പോൾ ഞാനിപ്പോഴും ഞാൻ സ്വയത്തിൻ്റെ ആ പ്രാമാണികത്വത്തിൽ പിന്നെയും തെറ്റി നിൽക്കുന്നു. ഞാൻ അതിനുവേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്നു, ഇന്നും പോരാടിക്കൊണ്ടിരിക്കുന്നു, നിരന്തരം പോരാടിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റേതൊന്നുമില്ലാത്തൊരവസ്ഥ, എൻ്റേതില്ലാത്ത ശുശ്രൂഷ, എൻ്റേതില്ലാത്ത ദൈവവചനം, എൻ്റേതില്ലാത്ത പ്രാർത്ഥന ഹോള്, എൻ്റേതില്ലാത്ത ദൈവവചന വേല, ദൈവവചന ശുശ്രൂഷ, എൻ്റേതൊന്നുമില്ല, എൻ്റെ ആളത്വമില്ല, ഞാനെന്ന് പറയുന്ന വ്യക്തി ഇല്ല. സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു ചിന്താഗതിയിലേക്ക് എന്നെ പയ്യെ കർത്താവ് നയിച്ചു കൊണ്ട് വരികയാണ്. തീർന്നു നീ പറയുന്നില്ല, മരണത്തോളമുള്ളൊരു പ്രക്രിയയാണല്ലോ അത്. ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കൂ, കീൽക്കുഴികളിൽ വീണ് കിടക്കുന്നവരുണ്ടോ? സിദ്ധിയും താഴ്വരയിലെ കീൽക്കുഴികളിൽ, സിദ്ധിയും താഴ്വരയിലെ കീൽക്കുഴികളിൽ. എൻ്റെ അഭിപ്രായം ഞാൻ പറയുന്നത് നടക്കണം, എൻ്റെ അഭിപ്രായത്തിന് വില വേണം, ഞാൻ ഈ വീട്ടിൽ പറയുന്നതല്ല അത് എല്ലാവരും അനുസരിച്ച് കൊള്ളണം എന്നിങ്ങനെയുള്ളതായ കീൽക്കുഴികൾ, സ്വാർത്ഥതകൾ, സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾ. ഇല്ല ഇല്ല എന്നല്ല നിങ്ങൾ പറയേണ്ടത്, ഉണ്ട് എന്ന് തന്നെ പറയണം. എന്നിട്ട് പറയണം, കർത്താവേ ക്ഷമിക്കണം, എനിക്ക് ഇത് മാറ്റിത്തരാതെ ഞാൻ എങ്ങനെ ദൈവത്തിലെത്തും? ഇന്നെനിക്ക് പ്രാർത്ഥിക്കാം, പാട്ട് പാടാം, കൈയടിച്ച് പാടാം, വചനം പറയാം, വചനം കേൾക്കാം. പക്ഷേ ഞാൻ ഒരു ദിവസം അങ്ങോട്ട് വരുമല്ലോ, അന്ന് നിൻ്റെ രാജ്യത്തിലേക്ക് എനിക്ക് പ്രവേശനം കിട്ടണമെങ്കിൽ എൻ്റെ ഈ സ്വയം തകർന്നേ പറ്റൂ. ഞാൻ ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോസ്തലൻ പറഞ്ഞു, ഞാൻ ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. എൻ്റെ അഹം ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, എൻ്റെ ഈഗോ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, എൻ്റെ സ്വയം ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നു. എന്തൊരു മനോഹരമായ അനുഭവമാണ് അപ്പോസ്തലന്. എന്നിൽ ഞാനിപ്പോൾ ചലിക്കുന്നുണ്ട്, ക്രിസ്തുവാണ്. ഞാൻ സംസാരിക്കുന്നുണ്ട്, ക്രിസ്തുവാണ്. എന്തൊരു അനുഭവമാണത്. ഞാൻ കൊതിക്കുകയാണ് അപ്പോസ്തലൻ പറഞ്ഞ അനുഭവം എന്താണെന്ന്, അതനുഭവിക്കാൻ. ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നത്, ഞാനല്ല. ഞാൻ എൻ്റെ കൈകൾ യേശു ചെയ്യാത്തൊരു കാര്യം ചെയ്യുകയില്ല, എൻ്റെ കണ്ണ് യേശു നോക്കാത്തടുത്ത് നോക്കുകയില്ല, എൻ്റെ നാവ് യേശു ആഗ്രഹിക്കാത്തത് പറയുകയില്ല, യേശു പറയാത്തതൊന്നും പറയുകയില്ല, എൻ്റെ യേശു ആഗ്രഹിക്കാത്തതിൻ്റെ ഹൃദയത്തിൽ ആഗ്രഹമായി വരികയില്ല, യേശുവിന് ഇഷ്ടമില്ലാത്തൊരു ചിന്ത എൻ്റെ ഹൃദയത്തിൽ വരികയില്ല. യേശു ചിന്തിക്കുന്ന പോലെ മാത്രമേ ചിന്തിക്കൂ. യേശുമയമായി തീരുക, ടു ബി എലോൺ വിത്ത് ജീസസ്. യേശുവിനോട് ഒറ്റയ്ക്ക്, യേശുവിനോട് ചേർന്നിരിക്കുക, യേശുവിനോട് ഒറ്റയ്ക്ക് ചേർന്നിരിക്കുക. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണോ? തനിയെ ഇരുന്ന് ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കാറുണ്ടോ? വെറുതെ കെട്ടുപോകല്ലേ. തനിയെ ഇരുന്ന് പ്രാർത്ഥിക്കണം, നിങ്ങളുടെ ഹൃദയം പകർന്ന് പ്രാർത്ഥിക്കണം. കിട്ടുന്ന സമയം എപ്പോഴാണ്? ഒരു പക്ഷേ രാവിലെ സമയം കിട്ടിയെന്ന് വേണ്ട. ചിലരൊക്കെ രാവിലെ 5 മണിക്കോ അല്ലെങ്കിൽ 4-4:30 കഴിഞ്ഞിട്ട് തനിയെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട്. ചിലർ രാവിലെ 7 മണിക്ക് പ്രാർത്ഥിക്കുന്നവരുണ്ട്. ചിലർ പക്ഷേ ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് വൈകുന്നേരം ശാന്തമായിട്ടിരുന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അത് അവരുടെ സമയം പോലെ അവർ തീരുമാനിക്കാം. പക്ഷേ ഏതായാലും എല്ലാവർക്കും വേണം ഒരു പ്രാർത്ഥനാ സമയം. അതൊരു പ്രത്യേക സമയമാണ്, ദൈവവുമായി കണ്ടുമുട്ടുന്നൊരു സമയമാണ്, യേശുക്രിസ്തുവുമായി സംഭാഷണം ചെയ്യുന്നൊരു സമയമാണ്. സ്തോത്രം. യേശുക്രിസ്തുവുമായി സംഭാഷണം ചെയ്യുക, യേശുക്രിസ്തുവിനോട് ഉള്ളു തുറന്ന് എല്ലാ കാര്യങ്ങളും പറയുക. ആശകൾ പറയുന്നു, ആഗ്രഹങ്ങൾ പറയുന്നു, താല്പര്യങ്ങൾ പറയുന്നു, അബദ്ധങ്ങൾ പറയുന്നു, അവിവേകങ്ങൾ പറയുന്നു, തെറ്റുപറ്റിപ്പോയി കർത്താവേ, തെറ്റുപറ്റിയോ, എല്ലാം പറയുന്ന സമയമാണത്. ടു ബി എലോൺ വിത്ത് ജീസസ്. യേശുവിനോട് ചേർന്ന് ഒറ്റയ്ക്കിരിക്കുക. സ്തോത്രം. അവിടെ നിങ്ങളുടെ ഭാര്യ കൂടെ ഇരിക്കണ്ട, അവിടെ ഭർത്താവ് കൂടെ ഇരിക്കണ്ട, മക്കൾ കൂടെ ഇരിക്കണ്ട. അതെല്ലാം രാവിലെയും വൈകുന്നേരത്തിനുള്ള നിങ്ങളുടെ കുടുംബ പ്രാർത്ഥനയിൽ അവരെല്ലാവരും കൂടെ വേണം, എല്ലാവരും കൂടി ഒരുമിച്ച് അത് വേണം. പക്ഷേ നിങ്ങൾക്ക് സ്വന്തമായിട്ട് യേശുവുമായിട്ട് ഒരുമിച്ചിരുന്ന് സംഭാഷണം ചെയ്യുന്ന ഒരനുഭവം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നിങ്ങളത് പ്രാപിക്കണം പ്രിയരെ. അല്ല, അത് നാളത്തേക്ക് വയ്ക്കാനല്ല, അത് പ്രാപിക്കണം. എനിക്ക് ആത്മീയമായ ഔന്നത്യങ്ങളിലേക്ക് പറന്ന് ഉയരണം കർത്താവേ. എനിക്ക് ആത്മീയമായി ശ്രേഷ്ഠമായ അനുഭവങ്ങളിൽ തരണം കർത്താവേ. നീ എന്നോട് കൂടെ ഇരിക്കണം. എൻ്റെ ഈ പഴയ ആളത്വം മരിച്ചിട്ട് ഞാൻ പുതിയ ആളത്വമായി തീരണം. ഗലാത്യ ലേഖനത്തിൽ 3 സ്ഥലത്ത് അപ്പോസ്തലൻ പറയുന്നുണ്ട്. ഒന്ന്, ഞാൻ ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നു ഞാനല്ല, ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നു. മറ്റൊന്ന്,
ക്രിസ്തുയേശുവിനുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടെ ക്രൂശിച്ചിരിക്കുന്നു, ജഡത്തെ ക്രൂശിച്ചിരിക്കുന്നു. മൂന്നാമത്തേത്, എനിക്ക് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കുരിശിലല്ലാതെ പ്രശംസിക്കാൻ ഇടവരരുത്. അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. എല്ലാം ക്രൂശീകരണമാണ്. ഗോൽത്തായിലെ കുരിശ് ഹൃദയത്തിൽ സ്ഥാപിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്? കുരിശ് ഹൃദയത്തിൽ സ്ഥാപിക്കുക എന്താ എൻ്റെ അർത്ഥം? കുരിശ് ഹൃദയത്തിൽ സ്ഥാപിക്കുക എന്ന് പറഞ്ഞാൽ 2000 വർഷം മുൻപ് ഗോകുൽത്തായിൽ ഒരു കുരിശ് സ്ഥാപിച്ചു. ആ കുരിശിൽ റോമൻ സർക്കാർ ഉണ്ടാക്കിയ കുരിശിൽ കർത്താവായ യേശുവിനെ ക്രൂശിച്ചു. ക്രൂശിൽ എൻ്റെ ജീവിതത്തിൽ വരണമെന്ന് പറഞ്ഞാൽ എന്താ എൻ്റെ അർത്ഥം? എൻ്റെ അഹം ക്രൂശിക്കപ്പെടുന്നു, വെട്ടിക്കളയുന്നു. എൻ്റെ അഹം, ഞാൻ ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രയിൽ ജീവിക്കുന്നു. നിങ്ങൾക്ക് എത്ര പേർക്ക് ഇത് പറയാൻ ധൈര്യമുണ്ട്? ഞാൻ തീർന്നു, ഞാൻ അവസാനിച്ചു, ഞാൻ ക്രൂശിക്കപ്പെട്ടു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രയും എന്നിൽ ജീവിക്കുന്നു. സ്തോത്രം. വീണ്ടും, ക്രിസ്തുയേശുവിനുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോട് ക്രൂശിച്ചിരിക്കുന്നു. 5-ാം അധ്യായത്തിലാണ്. ക്രിസ്തുയേശുവിനുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോട് ക്രൂശിച്ചിരിക്കുന്നു. ജഡത്തെ ക്രൂശിച്ചു. ഞാൻ സ്വയം ക്രൂശിക്കപ്പെട്ടു, ജഡത്തെ ക്രൂശിച്ചു, ലോകത്തിന് ക്രൂശീകരണം. അത് ഗലാത്യലേഖനം 6-ാം അധ്യായം 14-ാം വാക്യം. എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കുരിശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഈ അനുഭവം വരുമ്പോഴാണ് നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്ലീബ നമ്മുടെ ഹൃദയത്തിൽ നാട്ടുന്നത്. ഈ കുരിശ് നാട്ടുക എന്നൊക്കെ പറയുന്നു. നമ്മളിതൊക്കെ ഒരു അക്ഷരമായിട്ട് ചിലതെല്ലാം കാണുന്നു. വീട്ടിൽ ഒരു കുരിശ് അവിടെ മനോഹരമായി ഈട്ടിത്തടി ഉണ്ടാക്കി വയ്ക്കുന്നതൊന്നുമല്ല കുരിശ്. താലിമാലയുടെ അറ്റത്ത് ഒരു താലിയുടെ കുരിശിൻ്റെ ഇടയിലുള്ളതല്ല കുരിശ്. അയക്കോ, പൈസ ഉണ്ടെങ്കിലൊക്കെ ചെയ്യാമല്ലോ പ്രിയപ്പെട്ടവരെ. കുരിശ് എന്താണ്? കുരിശ് ഞാനെന്ന വ്യക്തി സമ്പൂർണ്ണമായി ക്രൂശിക്കപ്പെടുകയാണ്. കേൾക്കാൻ ഇമ്പമുള്ള കാര്യമല്ല ഞാൻ ഈ പറയുന്നത്. ഒരുപക്ഷെ നിങ്ങൾക്ക് മനസ്സിലാകാത്ത കാര്യമായിരിക്കും. ഇതൊക്കെ ആരെയെ കൊണ്ട് സാധിക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നത്. സ്നേഹിത, ഞാൻ നിന്നോട് പറയട്ടെ, ആരെയെ കൊണ്ട് സാധിക്കുമെന്ന് പറയരുത്. എന്നെക്കൊണ്ട് സാധിക്കും. എന്തുകൊണ്ട്? എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കിടക്കും. എൻ്റെ ദൈവമായ യഹോവ എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും. ഞാൻ യേശുവേ, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും. എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കിടക്കും. എനിക്ക് കഴിവില്ല, എന്നെക്കൊണ്ട് കഴിവില്ല. പക്ഷേ ഇത് കഴിവുള്ള ഒരാളുണ്ട് എൻ്റെ അടുക്കൽ. കഴിവുള്ള ഒരാളുണ്ട്. സ്നേഹിതരെ, ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് യേശു സജീവമായി ജീവനുള്ള ക്രിസ്തു നിങ്ങളുടെ അരികത്ത് നിൽക്കുന്ന തോന്നിയിട്ടുണ്ടോ? അത് നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ടോ? നമ്മൾ പ്രാർത്ഥനകൾ ചൊല്ലും, നമസ്കാരം ചൊല്ലും, പള്ളിയിൽ പോകും, കുർബാന കാണും, കുർബാന കൊള്ളും, ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. പക്ഷേ യേശു ക്രിസ്തു എൻ്റെ അരികത്ത് ചേർന്ന് നിൽക്കുന്ന നിങ്ങൾക്ക് തോന്നിയ അനുഭവങ്ങളുണ്ടോ? പ്രിയപ്പെട്ടവരെ, അതാണ് സാക്ഷാൽ ക്രിസ്തീയ ജീവിതം. എൻ്റെ തൊട്ടടുത്ത് യേശു നിൽക്കുന്നു. സെൻസിങ് ക്രൈസ്റ്റ്. ക്രിസ്തുവിനെ സെൻസ് ചെയ്യുകയാണ്. ക്രിസ്തുവിനെ സെൻസ് ചെയ്യുന്നു. ക്രിസ്തുവിനെ അനുഭവിക്കുകയാണ്. ക്രിസ്തുവിനെ അനുഭവിക്കുകയാണ്. യാതനകൾ വരുമ്പോൾ, വേദനകൾ വരുമ്പോൾ, ദുഃഖങ്ങൾ വരുമ്പോൾ, അത്യാപത്തുകൾ വരുമ്പോൾ, അത്യാഹിതങ്ങൾ വരുമ്പോൾ, പെട്ടെന്നുള്ള വാഹനാപകടങ്ങൾ വരുമ്പോൾ, എല്ലാം തകർന്നു പോയി എന്ന് തോന്നുന്ന അവസ്ഥ വരുമ്പോൾ, ജപ്തി നോട്ടീസ് വന്ന് എല്ലാം ഇതാ കൊണ്ടുപോകുന്നുള്ള അവസ്ഥ വരുമ്പോൾ, കടം പെരുകി വരുമ്പോൾ, മക്കൾ നാനാവിധമായി വേണ്ടാതനത്തിലേക്ക് പോകുമ്പോൾ, ഭർത്താവ് മദ്യപിച്ച് ലക്കില്ലാതെ കുടിച്ച് കുടുംബത്തിൽ വന്ന് കലക്കമുണ്ടാക്കുമ്പോൾ, അപ്പോഴെല്ലാം യേശു എൻ്റെ കൂടെയുണ്ട് എന്ന് ചിന്തിക്കത്തക്കുള്ളതായ ഒരു സ്വസ്ഥത നിങ്ങൾക്ക് കിട്ടിയാൽ നിങ്ങൾ ഭാഗ്യശാലികളാണ്. ഏത് പ്രായത്തിലുള്ളവർക്ക് പ്രാപിക്കാം, കൊച്ചു കുട്ടികൾക്കും പ്രാപിക്കാം. യേശു കൂടെയുണ്ട്. പരീക്ഷാകളിലേക്ക് നിങ്ങൾ പോകുന്നു, നിങ്ങൾ യേശുവിനെയും കൊണ്ട് പരീക്ഷാകളിലേക്ക് പോകുന്നു. യേശുവിനെയും വിളിച്ചുകൊണ്ടാണ് പോകുന്നത്. പരീക്ഷാകളിലേക്ക് നിങ്ങൾ കടക്കുമ്പോൾ ആദ്യം യേശു കടന്നിരിക്കും. നിങ്ങളുടെ സീറ്റിൽ നിങ്ങൾ ചെന്നിരിക്കുന്നതിന് മുമ്പ് യേശു അവിടെ ചെന്ന് ഇരിക്കും. എൻ്റെ പ്രിയപ്പെട്ട, ഇതൊക്കെ അനുഭവമാണ് കേട്ടോ, അത് പറയുന്ന വാക്കുകളല്ല. യേശു അവിടെ ചെന്നിരിക്കും. നിങ്ങൾക്ക് ചോദ്യക്ലാസ് കിട്ടുമ്പോൾ കണ്ണും തലയും ഇരുണ്ടു പോകുന്ന പോലെ തോന്നും. അയ്യോ, ഒന്നും ഓർമ്മയില്ല, എല്ലാം മറന്നുപോയല്ലോ, ഒന്നും ഓർമ്മയില്ല. പക്ഷേ ഒരു സെക്കൻഡ് യേശു എൻ്റെ കൂടെ ഇല്ലേ, ഒന്ന് കണ്ണ് ഉയർത്തുമ്പോഴേക്കും ഇതാ പെട്ടെന്ന് പ്രകാശം വരുന്നു, നിങ്ങൾക്ക് എല്ലാം ഓർമ്മ കിട്ടുന്നു, എല്ലാം ഭംഗിയായിട്ട് എഴുതാൻ പറ്റുന്നു. ക്രിസ്തു കൂടെ, ഒരു പേടിയുമില്ല, പരീക്ഷ പേടിയില്ല. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ ക്രിസ്തുവിനോട് ചേർന്നുള്ള, ക്രിസ്തുവിൽ ലയിച്ചുള്ള, ക്രിസ്തുവിൽ പൂർണ്ണമായി അലിഞ്ഞു ചേർന്നുള്ളൊരു ജീവിതം അത് നിങ്ങൾ നയിക്കുമ്പോഴാണ് നിങ്ങൾ ക്രിസ്ത്യാനികളായി തീരുന്നത്. ഇതറിയുമ്പോഴാണ് അയ്യോ എന്തോരം ആളുകളാണ് എൻ്റെ ദൈവമേ സത്യം അറിയാതെ പോകുന്നത്. എന്തുമാത്രം ആളുകൾ, പാവങ്ങൾ കഷ്ടപ്പെടുന്നു, രാവും പകലുമില്ലാതെ വേല ചെയ്യുന്നവരുണ്ട്, കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നുണ്ട്. പക്ഷേ ഒരു കയറ്റം കിട്ടുന്നില്ല, കടം തീരുന്നില്ല. എന്ത് ചെയ്യും?
മനസ്സ് ഉഷ്ണിച്ച് എന്തോരം ആളുകളാണ് കഴിയുന്നത്, എത്ര കുടുംബങ്ങളും നരകവേദന അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ദുരിതമല്ലേ പല വീടുകളിലും, ഓരോരുത്തരുടെ ഹൃദയത്തിൽ ഞെരുക്കമല്ലേ, ദുരിതമല്ലേ. ഒരു സാക്ഷാത്തായ സന്തോഷമുണ്ടോ നമ്മുടെ പലരുടെയും ഹൃദയത്തിൽ? ഉണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് യേശു എടുക്ക വന്നാൽ സമാധാനം കിട്ടും. യേശു എടുക്ക വന്നാൽ നിങ്ങൾക്ക് സ്വസ്ഥത കിട്ടും. രോഗശൈലിയിൽ നിങ്ങൾ കിടക്കുമ്പോൾ യേശു എടുക്ക വരുന്നു, നിങ്ങൾക്കൊരു സമാധാനം കിട്ടുന്നു. മരണത്തോട് നിങ്ങൾ അടുത്ത് മരണത്തെ മുഖാമുഖം കാണാറാകുമ്പോൾ അപ്പോൾ ഇതാ യേശു എടുക്ക വരുന്നു, യേശു നിങ്ങളോട് സംസാരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നു. ദൈവത്തിന് സ്തോത്രം. ടു ബി അലോൺ വിത്ത് ജീസസ്, യേശുവിനോട് ചേർന്ന് നിൽക്കുക, യേശുവിനോട് ചേർന്ന് നിൽക്കുക, ഒറ്റയ്ക്ക് യേശുവിൻ്റെ പാദപീഠത്തിലിരിക്കുക, യേശുവുമായൊരു ബന്ധം പുലർത്തുക, നിരന്തരമായ ബന്ധം. സ്തോത്രം. നിരന്തരമായ ബന്ധമാണ്. അവിടെ മനുഷ്യരുടെ മുഖം നോക്കുന്നില്ല, ആരുടെയും മുഖം നോക്കുന്നില്ല, ആരോടും പക്ഷഭേദമില്ല, ആരോടും അകൽച്ചയില്ല, അടുപ്പവുമില്ല. അല്ല, യേശു കാണുന്നത് പോലെ തന്നെ കാണുന്നു മാത്രം, അതുമാത്രം. യേശുവിനെ പോലുള്ളൊരു അനുഭവം. സ്തോത്രം. സഹോദരങ്ങളെ, ഈ അനുഭവം വരുന്നതിന് തടസ്സം എന്താണ്? കീഴ്ക്കുഴികളുണ്ട്. കീഴ്ക്കുഴികൾ. സിദ്ധിയും താഴ്വരയിൽ കീഴ്ക്കുഴികളുണ്ടായിരുന്നു. അനേകം ദൈവമക്കൾ കീഴ്ക്കുഴികളിൽ വീണ് കിടക്കുകയാണ്. ചിലരുടെ കീഴ്ക്കുഴി ഒരുപക്ഷെ സ്വയത്തിൻ്റെ ആയിരിക്കാം, വേറെ ചിലരുടെ കീഴ്ക്കുഴി സെക്സിൻ്റെ ആയിരിക്കാം. സെക്സിൻ്റെ, അശുദ്ധ പാപത്തിൻ്റെ, വ്യഭിചാരാസക്തിയുടെ. പ്രിയപ്പെട്ടവരെ, എങ്ങനെ തുറന്നു പറയും? അനേകം കുടുംബങ്ങൾ തീ തിന്നുകയല്ലേ. ഭർത്താവ് ഭാര്യയോട് പറയുന്നു, ഞാൻ വളരെ ചിന്തിച്ചിട്ടാണ് പറയുന്നത്, ഇനി നിൻ്റെ കൂടെ ഞാൻ ജീവിക്കുന്നില്ല. അയ്യോ, എന്താ അത്? എന്താ അങ്ങനെ പറയുന്നത്? അല്ല, എനിക്ക് വേറെ ഒരാളുടെ കൂടെ ജീവിക്കാൻ എൻ്റെ ആഗ്രഹം. ഞാനിത് പോവുകയാണ്. ഈ വീടും ഭൂമിയൊക്കെ നീ എടുത്തോ, സ്വത്തൊക്കെ നീ എടുത്തോ, നീ മക്കളെ നോക്കിയോ, ഞാൻ വേറൊരു സ്ത്രീയുടെ ബന്ധത്തിലാണ്. ആ സ്ത്രീ വാവിട്ട് കരയുന്നു. അയ്യോ, പോവല്ലേ വാവിട്ട് കരയുന്നു. നടന്ന സംഭവമാണ്. ഇവിടെ നിന്ന് അത്ര ദൂരെയൊന്നുമല്ല, നടന്ന സംഭവമാണ് ഈ പറയുന്നത്. പാവം ആ സ്ത്രീക്ക് ഇനി ആശ്വാസം കിട്ടിയത് കർത്താവിൻ്റെ വചനം കേട്ടപ്പോഴാണ്. ടി വിയിൽ നമ്മുടെ പ്രസംഗം കേട്ടപ്പോൾ ആ സ്ത്രീക്ക് ആശ്വാസം കിട്ടി. സ്തോത്രം. എന്നെ വിളിച്ചു. സ്തോത്രം. സാറേ, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കാം ഞാൻ, ദൈവത്തിന് സ്തോത്രം. പക്ഷേ നിങ്ങൾ സമർപ്പണം എടുക്കണം, എങ്കിലേ എൻ്റെ പ്രാർത്ഥന ഫലപ്പെടുകയുള്ളൂ. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. കുടുംബങ്ങൾ നരകമല്ലേ ഇന്ന്? അനേകം വീടുകൾ നരകമല്ലേ? പ്രിയപ്പെട്ടവരെ, ഈ നരകമായ കുടുംബങ്ങളെ സ്വർഗമാക്കാൻ കർത്താവിന് പരിപാടിയുണ്ടെന്നായി പറഞ്ഞത്. സ്തോത്രം. കീഴ്ക്കുഴികളെല്ലാം നികന്ന് സമാധാനത്തിൻ്റെ സ്വർഗീയ സന്തോഷം അനുഭവിക്കുന്ന ഒരു നല്ല നാളെ നിങ്ങൾക്കുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് സ്വീകരിക്കാം. ആരെയും നിർബന്ധിക്കുന്നില്ല, ആരെയും ബലബന്ധം ചെയ്യുന്നില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് സ്വീകരിക്കാം. സമാധാനത്തിൻ്റെ വഴിയുണ്ട്, സ്നേഹത്തിൻ്റെ ഒരു മാർഗമുണ്ട്, വിശുദ്ധിയുടെ മാർഗമുണ്ട്. വരുവീൻ നിങ്ങൾ ആ ഗോകുൽത്തായിലേക്കുള്ള വഴിയിലേക്ക്, ആ ഗോകുൽത്തായിലേക്ക് കുരിശ് ചുമന്നു പോയ ക്രിസ്തുവിൻ്റെ വഴിയിലേക്ക്, ക്രൂശിതൻ്റെ വഴിയിലേക്ക് നിങ്ങൾ വരിക. യേശുവിന് പിന്നാലെ നിങ്ങൾ നടക്കുക, ചേർന്ന് നടന്നുകൊള്ളൂ. പ്രിയപ്പെട്ടവരെ, മരണം വരെയും യേശുവിനോട് ചേർന്ന് നടക്കുക. അതെന്തൊരു ഭാഗ്യമാണ്, അതെന്തൊരു ആനന്ദമാണ്, അതെന്തൊരു കെട്ടുറപ്പാണ്, എന്തൊരു ധൈര്യമാണ്. യേശുവിനോട് ചേർന്ന് നടക്കുക. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, നിങ്ങൾ കീഴ്ക്കുഴികൾ വീണവരെ വേഗം എഴുന്നേൽക്കുക. കീഴ്ക്കുഴിയിൽ വീണുപോയി. ശരിയാണ്, ആളുകൾ പലതും അറിഞ്ഞുപോയി. കീഴ്ക്കുഴി വീണ കാര്യം പലരും അറിഞ്ഞുപോയി. തെറ്റുപറ്റിയത് പലർക്കും അറിയാം. നിങ്ങൾക്കറിയാമോ? നിങ്ങൾ വിചാരിക്കുന്നു നിങ്ങളുടെ തെറ്റാരും അറിയുന്നില്ല എന്ന്. അല്ല, ആളുകൾക്കറിയാം. ആൾക്ക് പെട്ടെന്ന് മനസ്സിലാകും. ഈ ഒട്ടകപ്പക്ഷിയെക്കുറിച്ചൊരു സംഭവം കേട്ടിട്ടുണ്ട്. അങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒട്ടകപ്പക്ഷി ആരെങ്കിലും അതിനെ വേട്ടയാടി ചെന്നാൽ ഒട്ടകപ്പക്ഷി മണലിൽ ഇങ്ങനെ തലയങ്ങ് പൂഴ്ത്തും. കണ്ണും തലയെല്ലാം മണലിൽ പൂഴ്ത്തും. മണലാരണ്യത്തിലുള്ള ഒരു പക്ഷിയാണ് ഒട്ടകപ്പക്ഷി. ഈ മണലിൽ തല പൂഴ്ത്തിക്കൊണ്ട് പക്ഷിയൊന്നും കാണുന്നില്ല. പക്ഷേ പക്ഷിയുടെ വിചാരം ഇപ്പോൾ ആരും എന്നെ കാണുന്നില്ലെന്നാണ്. പക്ഷിയൊന്നും കാണുന്നില്ല, ഇപ്പോൾ ആരും എന്നെ കാണുന്നില്ലെന്നാണ്. അനേകരിന്ന് ഒട്ടകപ്പക്ഷിയെപ്പോലെ ജീവിക്കുകയാണ്. ആരും കാണുന്നില്ല, ആരും അറിയുന്നില്ല എന്ന്. അറിയുന്ന ഒരാളുണ്ട്, അറിയുന്ന ദൈവമക്കളുമുണ്ട്. സ്തോത്രം. അറിയുന്ന ഒരാളുണ്ട്, അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. സ്നേഹിത, നിൻ്റെ ഹൃദയം യേശു അറിയുന്നു. മകളെ, നിൻ്റെ ഹൃദയം യേശു അറിയുന്നു. യേശു എല്ലാം കാണുന്നു, യേശു എല്ലാം അറിയുന്നു. നിൻ്റെ ജീവിതത്തിൻ്റെ രഹസ്യഭാവങ്ങളെല്ലാം കാണുന്നു. നിന്നുള്ളതായ ബന്ധനങ്ങൾ കർത്താവ് കാണുന്നു. നിന്നെ യേശു സ്നേഹിക്കുന്നു. ഈ ബന്ധങ്ങളിൽ നിനക്ക് മോചനം തരാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. വേണമെങ്കിൽ നിനക്കിപ്പോൾ രക്ഷപ്പെടാം. ഇപ്പോൾ യേശുവിനെ വിളിക്കാം. യേശുവേ, കടന്നു വരണമേ.
യേശുവേ എന്നെ ഈ കീഴ്ക്കുഴിയിൽ നിന്ന് കരയേറ്റണമേ. യേശുവേ എന്നെ ഈ ചെളിക്കുണ്ടിൽ നിന്ന് കരയേറ്റണമേ. യേശുവേ നീ ഓടി വരണമേ കർത്താവേ. ഒട്ടും വൈകല്ലേ യേശുവേ, ഓടി വന്നെന്നെ സഹായിക്കണമേ. ഈ കീഴ്ക്കുഴിയിൽ വീണു പോകാതെ നാഥ വീണിരിക്കുന്നതിനെ നീ ഉയർത്തുകയും ഇനിയും നേർപ്പാതയിൽ നടത്തുകയും ചെയ്യണമേ. പ്രാർത്ഥിക്കുമോ നിങ്ങൾ? ദൈവത്തിന് സ്തോത്രം. ജീവനുള്ള ദൈവമേ, കരുണയുള്ള കർത്താവേ, അതിമനോഹരമായ ഒരു സുദിനം ഞങ്ങൾക്ക് തന്നതിനായി നന്ദിയോടെ സ്തോത്രം. അപ്പോൾ ഈ മക്കളെ എല്ലായിടത്തും കൂട്ടി വരുത്തിയതായ സ്തോത്രം. അവിടുത്തെ ക്രൂസിലെ സ്നേഹമാണല്ലോ എല്ലാവരും ആകർഷിച്ചുകൊണ്ട് വന്നത് ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവേ. ആ കുരിശിൽ ചൊരിഞ്ഞ തിരുരക്തം ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി ഗുണകരമായി സംസാരിക്കുന്നതിനായി ഞങ്ങൾ അതിനെ സ്തുതിക്കുന്ന കർത്താവേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. തീരുമാനമെടുത്തവരുടെ തലമേൽ തർക്കരം വെക്കണമേ. എൻ്റെ കർത്താവേ, ശോഭനമായ ഭാവിയിലേക്ക് എല്ലാവരെയും നടത്തണമേ. വഴിമുട്ടി നിൽക്കുന്നവർക്ക് പുതുവഴി കാണിച്ചു കൊടുക്കണമേ. കരുണയുള്ള കർത്താവേ, പ്രശ്നങ്ങൾപ്പെട്ട് വലയുന്നവർക്ക് പ്രശ്നങ്ങൾക്ക് പരിഹാരം കൊടുക്കണമേ. നാഥ, നിത്യജീവന് വേണ്ടി എല്ലാവരെയും ഒരുക്കണമേ. അത് രണ്ടാമത്തെ വരയിൽ പറന്നു വരുന്ന വിശുദ്ധന്മാരുടെ നിലനിൽപ്പാൻ ഈ മക്കളെയെല്ലാം ഒരുക്കണമേ കർത്താവേ. അനുഗ്രഹിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം നിറഞ്ഞ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ. ആമീൻ. ഹല്ലേലൂയ.